8 വർഷത്തെ പ്രണയം, 14 ദിവസം മാത്രം നീണ്ട ദാമ്പത്യം. നാളെ പിറന്നാൾ ആഘോഷിക്കാൻ അനുവില്ല. 8 വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം. നവംബർ 30-നാണ് ഇരുവരും പുതിയ ജീവിതത്തിന് തുടക്കമിട്ടത്. പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ വെച്ചാണ് ഇരുവരും വിവാഹിതരായത്. സന്തോഷത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ വിധി ഇരുവരുടെയും ജീവൻ അപഹരിച്ചത് നാടിനൊന്നാകെ നൊമ്പരമായിരിക്കുകയാണ്. നാളെ അനുവിന്റെ ജന്മദിനമാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ജന്മദിനം ആഘോഷിക്കാനിരിക്കെ എത്തിയ ദുരന്ത വാർത്ത വിശ്വസിക്കാൻ കഴിയാതെ തേങ്ങുകയാണ് ഇരുവരുടെയും ഉറ്റവർ. മലേഷ്യയിൽ മധുവിധി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. മല്ലശ്ശേരി സ്വദേശികളായ ദമ്പതികളും കുടുംബവും സഞ്ചരിച്ച കാർ ഇന്ന് പുലർച്ചെ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലിടിച്ചാണ് അപകടമുണ്ടായത്. നിഖിൽ കാനഡയിൽ ക്വാളിറ്റി ടെക്നീഷ്യനാണ്. അനു മാസ്റ്റർ ഡിഗ്രി പൂർത്തിയാക്കി. ജനുവരിയിൽ അനുവും കാനഡയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളായി പരിചയമുണ്ട്. രണ്ടുപേരുടെയും വീടുകൾ തമ്മിൽ 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഒരേ ഇടവകക്കാരുമാണ്. അനുവിന്റെ പിതാവ് ബിജു പി ജോർജും നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പനുമാണ് മരിച്ച മറ്റു 2 പേർ. ബിജുവാണ് വാഹനം ഓടിച്ചിരുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ സെക്യൂരിറ്റി മാനേജറാണ്. പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ബിജു. കാർ ഓടിച്ചിരുന്ന ബിജു ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പിൻസീറ്റിലായിരുന്നു നിഖിലും അനുവും. 3 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അനു മരിച്ചത്. 4 പേരുടെ മരണത്തിനിടയാക്കിയ കോന്നിയിലെ വാഹനാപകടം വേദനാജനകമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടമെന്നാണ് MBDയുടെയും പോലീസിന്റെയും വിലയിരുത്തൽ.